കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവപരിപാലന നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളോട് ദൈവപരിപാലനയെപ്പറ്റി അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിക്കോട്ടെ. നിങ്ങൾ എൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. നല്ല ഒരു കോടൽ കാണുന്നില്ല ഇവിടെ? അത് ശരിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല അടയാളം എനിക്ക് കിട്ടിയതാണ്. തമ്പുരാൻ്റെ പരിപാലനയിലൂടെ ദൈവം എന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്തിയതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ മുഖത്തിൻ്റെ ഈ കോടൽ. ഞാൻ നിങ്ങളോട് പറയാം എന്ത് പറ്റിയെന്ന്. നിങ്ങളെയൊക്കെ പോലെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് 2004 ഞാൻ തലശ്ശേരി രൂപതയുടെ മൈനർ സെമിനാരിയിൽ ചേർന്നു. ഏതാണ്ട് 7-8 വർഷത്തോളം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോയി. അതിനുശേഷം 7ാം വർഷം അവസാനമാണ് ഞങ്ങൾക്ക് ഈ ലോഹ കിട്ടുന്നത്, തിരുവസ്ത്രം കിട്ടുന്നത്. ലോഹയെ കിട്ടി ഞാൻ പഠിക്കാൻ വേണ്ടി റോമിലേക്ക് തിയോളജി പഠനത്തിന് വേണ്ടി പോയി. പിതാവ് എന്നെ അങ്ങോട്ട് വിട്ടു. അവിടെ പോയി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെ മാരകമായ ബ്രെയിൻ ട്യൂമർ വന്നു. ട്യൂമർ പെട്ടെന്ന് സ്ഥിരീകരിച്ചു. അവർ പറഞ്ഞു, ഇത് അവസാന സ്റ്റേജാണ്, ഇനി രക്ഷയില്ല, നമുക്ക് ഇനി എത്ര ഓപ്പറേഷൻ ചെയ്താലും ലോകത്ത് എവിടെ കൊണ്ട് ചികിത്സിച്ചാലും നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് വലിയൊരു ഷോക്കായിരുന്നു എനിക്ക്. കാരണം നിങ്ങൾ ചിന്തിക്കണം, 23 വയസ്സേ അന്ന് എനിക്കുള്ളൂ. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോടാണ് പറയുന്നത്, മാക്സിമം പോയാൽ 3 മാസമേ നിങ്ങൾക്ക് ആയുസുള്ളൂ. ജനുവരി മാസത്തിലാണ്, 2012 ജനുവരിയിലാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. ഡോക്ടർമാരുടെ ഒരു ടീമാണ്. അവരെന്നോട് പറഞ്ഞത് മാക്സിമം പോയാൽ 3 മാസം, മാർച്ച് അവസാനം വരെ ജീവിക്കാൻ പറ്റുകയുള്ളൂ, കാരണം ട്യൂമർ അവസാന സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ തളർന്നു പോകാതെ ദൈവം അന്ന് എൻ്റെ മനസ്സിന് ഒത്തിരി ധൈര്യം തന്നു. കാരണം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, തമ്പുരാൻ്റെ വലിയ പരിപാലന എന്നെ ഇനിയും ജീവിക്കാൻ അനുവദിക്കും. ഒരു വൈദികനാകാതെ, ഈശോയുടെ ഒരു ബലി അർപ്പിക്കാതെ മരിക്കാൻ തമ്പുരാൻ എനിക്ക് ഇടവരുത്തില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ റോമിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. 2012 ഫെബ്രുവരി 27-ാം തീയതി എൻ്റെ ട്യൂമർ സർജറി കഴിഞ്ഞു. വലിയ ഒരു സർജറി ആയിരുന്നു, വളരെ മാരകമായിരുന്നു. ഏതാണ്ട് 9 മണിക്കൂറോളം സമയം ദൈർഘ്യമേറിയ ഒരു സർജറി ആയിരുന്നു. ഡോക്ടർമാർ അന്ന് എന്നോട് പറഞ്ഞത്, ഒരു 98% ഞാൻ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ള 2% ഉണ്ടല്ലോ, ആ 2% കംപ്ലീറ്റ് ബെഡ് റിട്ടേണായി ചിലപ്പോൾ കിടക്കാൻ സാധ്യതയുണ്ട്. അതല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ല എന്നവർ പറഞ്ഞു. ഏതായാലും അങ്ങനെ സംഭവിച്ചില്ല. ദൈവം അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വർഷങ്ങൾ അങ്ങനെ 1 മാസത്തെ 2 മാസത്തെ വിശ്രമത്തിനൊക്കെ ശേഷം ഞാൻ വീണ്ടും തിയോളജി പഠനത്തിന് വേണ്ടി സെമിനാറിലേക്ക് തിരിച്ചുപോയി. പക്ഷേ സെമിനാർ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുമ്പോട്ട് നീങ്ങുമ്പോൾ അവസാന വർഷമാകുമ്പോൾ 2018 എനിക്ക് വീണ്ടും ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചു. അത് പഴയതിനേക്കാൾ മാരകമായ ട്യൂമറായിരുന്നു. അതായത് അന്ന് ഡോക്ടർമാർ പറഞ്ഞത്, ഇനി ഒരു പ്രതീക്ഷയില്ല, കഴിഞ്ഞ തവണ നമ്മൾ രക്ഷപ്പെട്ടതാണ്, പക്ഷേ ഇനി നമുക്കൊരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ല, തീർച്ചയായിട്ടും മരിച്ചു പോകും, മരണത്തിന് ഒരുങ്ങിക്കോളാനാണ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ അന്ത്യകൂദാശ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന രോഗീലേപനം ഞാൻ സ്വീകരിച്ചു. കാരണം മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പാണല്ലോ. തീർച്ചയായും അപ്പോൾ റെഡിയായി മരിക്കണം. വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് സന്തോഷത്തോടെ തന്നെ, സമാധാനത്തോടെ തന്നെ ഞാൻ ഓപ്പറേഷന് വിധേയനായി. അത് വളരെ നീണ്ട ഒരു ഓപ്പറേഷനായിരുന്നു. ഏകദേശം 14 മണിക്കൂറോളം സമയമെടുത്ത ഒരു വളരെ മാരകമായൊരു, വളരെ സീരിയസ് ആയൊരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ദൈവം അവിടെയും എന്നെ പരിപാലിച്ചു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു പ്രശ്നവുമില്ലാതെ ദൈവം എന്നെ അവിടെയും പരിപാലിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ കുറച്ച് സൈഡ് ഇഫക്റ്റുകളുണ്ട്. എൻ്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു, കണ്ണിൻ്റെ കാഴ്ച വരണം ഭാഗികമായി, ഒരു കണ്ണിൻ്റെ കാഴ്ചയും ഒരു ചെവിയും നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കൈക്ക്, ഈ വലത്ത് കൈക്ക് സ്വാധീനം കുറഞ്ഞു, വലത്ത് കാലിന് സ്വാധീനം കുറഞ്ഞു. പക്ഷേ ഞാനതൊക്കെ ഒരു നെഗറ്റീവ് ക്വാളിറ്റീസ് ആയിട്ടല്ല പറയുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ പരിപാലന എന്നെ ഒരു വൈദികനാക്കി. 2019 ഡിസംബർ 26-ാം തീയതി ആയിരുന്നു എൻ്റെ പട്ടം. ഒക്ടോബർ മാസം 9-ാം തീയതി ആയിരുന്നു എൻ്റെ 2ാമത്തെ ഓപ്പറേഷൻ.
പക്ഷേ അതിന് ഒരു മാസം മുമ്പ് എനിക്ക് വളരെ ഹൃദയം ഭേദകമായ ഒരു സംഭവം കൂടെ നടന്നു. എൻ്റെ ചാച്ചൻ, അദ്ദേഹമാണ് എൻ്റെ ഓർഡിനേഷൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരുന്ന എൻ്റെ ചാച്ചനെ ദൈവം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വിളിക്കാൻ ഇടവന്നു. ചാച്ചൻ്റെ മരണം കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ മാസം 9-ാം തീയതി ആയിരുന്നു എൻ്റെ ഓപ്പറേഷൻ 2017. പക്ഷേ അതിനുശേഷം വലിയ വേദനകളിലൂടെ കടന്നുപോയെങ്കിലും ശാരീരികവും മാനസികവുമായ വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്, പട്ടത്തിൻ്റെ പുസ്തകം ചേർത്ത് പിടിച്ചാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയതും വരുന്നതുമൊക്കെ. എപ്പോഴും പട്ടം സ്വീകരിക്കണം, തിരുപ്പട്ടം സ്വീകരിക്കണം, ഈശോയുടെ ബലി അർപ്പിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ കാലത്തും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു ഒരു ആഗ്രഹം തമ്പുരാന് കൊടുക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് ദൈവം ആ ആഗ്രഹത്തെ എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അനേക മടങ്ങാക്കും. നമ്മൾ തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടി ഈശോയെ പറ്റി. ഇതുപോലെ നമ്മുടെ കുഞ്ഞാഗ്രഹങ്ങൾ നമ്മൾ തമ്പുരാന് കൊടുക്കുമ്പോൾ അനേക മടങ്ങ് വലുതാക്കി ദൈവം നമ്മളൊക്കെ വാഴ്ത്തി വിഭജിച്ച് തരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുരോഹിതനായി നിൽക്കുമ്പോൾ എനിക്ക് ദൈവപരിപാലനം എന്നൊരൊറ്റ വാക്ക് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുള്ളൂ. അനേക വർഷങ്ങൾ നീണ്ട ഈ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളിലൂടെ, കുറേ വേദനകളിലൂടെ, മാനസികവും ശാരീരികവുമായ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം എന്നെ അനുവദിച്ചു. പക്ഷെ അതൊന്നും എന്നെ തളർത്താൻ വേണ്ടിയായിരുന്നില്ല. നമുക്കറിയാമല്ലോ, സ്വർണം ഉലയിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അത് ഏറ്റവും പത്രമാറ്റുള്ള സ്വർണമായി മാറുന്നത്. അതുപോലെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ ദൈവം വിശദീകരിച്ചു. അതൊന്നും എന്നെ തകർക്കാനോ എന്നെ കുറച്ച് കാണിക്കാനോ എന്നെ ഇല്ലാതാക്കാനോ വേണ്ടി ആയിരുന്നില്ല. 10 മടങ്ങ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ തമ്പുരാനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ എൻ്റെ സൈഡ് ഇഫക്റ്റുകളെ പറ്റി ഞാൻ പറഞ്ഞു. അതായത് എൻ്റെ ഒരു കേൾവി എനിക്ക് കുറവുണ്ട്, ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, എൻ്റെ വലത്ത് കൈ നന്നായിട്ട് എനിക്ക് എഴുതാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ ദൈവം ഒരു വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റി. കാരണം ഒരു ചെവി കൊണ്ട് കുമ്പസാരം കേൾക്കാനും ഈ ഒറ്റ കണ്ണുകൊണ്ട് കണ്ട് വിശുദ്ധ കുർബാന ചെല്ലാനും മറ്റ് കൂദാശകൾ പരിഗണന ചെയ്യാനും ഒരു തടസ്സവും എനിക്ക് ദൈവം ഇന്ന് വരെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ അനുവദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സ്വർഗത്തിൽ നമുക്കൊരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു നമ്മുടെ പരിപാലനയെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെല്ലാം വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുമക്കളാണ്, നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഒരു പക്ഷേ നിങ്ങളുടെ പഠന മേഖലകളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ കുടുംബങ്ങളിലെയൊക്കെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചകളായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി ഇത് സംഭവിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. പക്ഷേ ഒന്ന് ഓർക്കുക, ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹയുടെ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം നിങ്ങളോടൊത്തൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. റോമ 8:29 ഇങ്ങനെയാണ്: തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് ഈശോ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു.